സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ജീവനക്കാരിയെ സംരക്ഷിച്ച് വിദ്യാഭ്യാസ വകുപ്പ് 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിട്ടും ആ വിവരം പോലീസിനെ അറിയിച്ചില്ല. പെൻഷൻ പദ്ധതിയിലേക്കുള്ള ജീവനക്കാരുടെ വിഹിതം തട്ടിയെടുക്കാൻ അവർ ശ്രമിച്ചു എന്നാണ് ക്ലാർക്കായ CR അനുഷയ്ക്കെതിരായി ഉയർന്നിരിക്കുന്ന പരാതി. സസ്പെൻഷൻ ഉത്തരവിൻ്റെ പകർപ്പ് 24-ന്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട വിദ്യാഭ്യാസ വകുപ്പിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ച ഒരു ക്ലർക്കിനെ, ദിലീപ് എന്ന് പറയുന്ന ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഉത്തരവ് പൂഴ്ത്തിവെക്കുകയും നടപടി പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു. അതും യൂണിയന്റെ ഇടപെടലുകളായിരുന്നു. ഒടുവിലാണ് അത് പോലീസ് കേസെടുത്തത്. സമാനമായ സംഭവം തന്നെ വീണ്ടും വിദ്യാഭ്യാസ വകുപ്പിൽ ആവർത്തിച്ചിരിക്കുന്നു. കൊല്ലത്തുള്ള സർവശിക്ഷ കേരള പദ്ധതിയുടെ ക്ലർക്കായിരുന്ന CR അനുഷയ്ക്കെതിരായിട്ടാണ് 80 ലക്ഷം രൂപയാണ് ഇവർ അത് സഹപ്രവർത്തകരുടെ തന്നെ പെൻഷൻ പദ്ധതിയിലേക്കുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തത്. ഈ കേസിൽ ഇവരെ സസ്പെൻഡ് ചെയ്തിട്ട് 6 മാസമായിരിക്കുന്നു. ആ സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ആ ഉത്തരവ് വന്ന ശേഷവും ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയ ആൾക്കെതിരായിട്ട് പരാതി പോലീസിനോ വിജിലൻസിനോ വിദ്യാഭ്യാസ വകുപ്പ് കൈമാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇത്തരം തട്ടിപ്പുകൾ നടത്തിയാൽ പോലീസിൽ കേസ് കൊടുക്കണം, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണം. പക്ഷേ യൂണിയനുകളുടെ ഇടപെടലാണ് ഈ ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അടക്കം ഇത്തരത്തിൽ പണം തട്ടുന്ന സംഭവങ്ങൾ കൂടി വരുമ്പോഴും യൂണിയനുകളുടെ സംരക്ഷണം ഈ ഇത്തരം ജീവനക്കാർക്ക് തണലാകുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. ശ്യാംകുമാർ.